കോർപ്പറേഷനുകളിലെ ഭരണസമിതികൾ ഡിസംബർ 27 അധികാരം ഏറ്റെടുക്കാനിരിക്കെ മേയർ സ്ഥാനാർത്ഥികളെ ചൊല്ലി തർക്കം തുടരുകയാണ്. UDF-ലും LDF-ലും NDA-യിലും ചർച്ചകൾ എങ്ങും എത്താതെ തുടരുകയാണ്. 4ഇടത്ത് ഭരണമുറപ്പിച്ച UDF ഒറ്റ പേരിലേക്ക് ഇനിയും എത്താൻ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. NDA ആദ്യമായി അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ സംസ്ഥാന നേതാവായ VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ ശാസ്തമംഗലത്ത് നിന്നും R ശ്രീലേഖ ജയിച്ചു കയറിയതോടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ രണ്ട് പക്ഷമുണ്ട്. ശ്രീലേഖയുടെ നിഷ്പക്ഷ മുഖം കൂടുതൽ ഗുണകരമാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പാർട്ടിയിലൂടെ വളർന്നു വന്ന VV രാജേഷിനെ തഴയുന്നത് അണികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമെന്നും അഭിപ്രായമുണ്ട്. ഇതിനിടെ കരമന അജിത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രഥമ പരിഗണനയിലുള്ള VV രാജേഷിനും R ശ്രീലേഖയ്ക്കും മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ നൽകി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ INTUC ജില്ലാ അധ്യക്ഷൻ കൂടിയായ AK ഹഫീസ് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലെത്തുന്ന UDF തർക്കങ്ങളില്ലാതെ ഭരണത്തിലേക്ക് കടക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസ്, മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. വനിതാ മേയർ വേണമെന്നതിനാൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിനാണ് മുൻഗണന. അതേസമയം ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തിയായ വനിതാ നേതാവും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഷൈനിക്ക് നേരത്തെ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. സൗമിനി ജെയിൻ മേയറായി എത്തിയപ്പോഴാണ് ടേം വ്യവസ്ഥയിൽ 2.5 വർഷം ഷൈനിക്ക് വാഗ്ദാനം ചെയ്തത്. എന്നാൽ സൗമിനി പദവി ഒഴിയാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവസരം നഷ്ടപ്പെട്ടു. ഇക്കുറി UDF അതിന് പരിഹാരം കാണുമോ എന്നതിലാണ് ആകാംക്ഷ. UDF മിന്നും വിജയം സ്വന്തമാക്കിയ തൃശൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിലെത്തിയതിന് പിന്നാലെ സംഘടനാ രംഗത്ത് നേതൃനിരയിലുള്ള 4 പേരെയാണ് പാർട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിലവിലെ കൌൺസിലർമാരും മഹിളാ കോൺഗ്രസ് നേതാക്കളുമായ ലാലി ജെയിംസ്, DCC ജനറൽ സെക്രട്ടറിയും മുൻ ഡെപ്യൂട്ടി മേയറുമായ സുബി ബാബു എന്നിവർക്കാണ് മുന്തിയ പരിഗണന. ക്രൈസ്തവ, നായർ, ഈഴവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള കോർപ്പറേഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള സാമുദായിക പരിഗണനകളും മേയർ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ O സദാശിവനെ മേയറാക്കാമെന്ന ഏകദേശ ധാരണയിലാണ് LDF. പ്രതീക്ഷിച്ച മികവ് നേടാനായില്ലെങ്കിലും കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയ സാഹചര്യത്തിൽ ഒറ്റപ്പേരിലേക്ക് പാർട്ടി എത്തിയെന്നാണ് റിപ്പോർട്ട്. ഡോക്ടർ ജയശ്രീ കോഴിക്കോട് ഡെപ്യൂട്ടി മേയറാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.